Sexually Frustrated Malus, a perfect recipe for a chocolate cake by Tabitha Maria John, BA Music. ഞാൻ മൂളിപ്പാട്ടും പാടി കുത്തിക്കുറിച്ചും ആട്ടമാടിയും അട്ടഹസിച്ചും തോന്നിയ വാസനകളോടെ ഇവിടെ നിലനിന്നു പോകുന്നു. നിങ്ങൾ നോക്കി വായിക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ പ്രത്യേകതകൾ ഏറെയാണ്. വിപ്ലവത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പാതയിലൂടെ നടന്ന ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ സംസ്ഥാനം. ആ പൊൻതൂവൽ ഇപ്പോഴും സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന സംസ്ഥാനം. മനുഷ്യവികസന സൂചികയിൽ ആയുസ്സിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കിൽ അങ്ങനെ ഒന്നിലും നമ്മൾ പിന്നിലല്ല. ഇത് മാത്രമോ, ലൈംഗിക ദാരിദ്ര്യത്തിലും നമ്മൾ ഒട്ടും പിന്നിലല്ല. എന്തോരം മെഡലുകളാണല്ലേ നമ്മുടെ ആൾക്കാർക്ക് കിട്ടിയേക്കണേ. ഈ കുതിരപ്പവൻ അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമുക്ക് കിട്ടിയതല്ല, വർഷങ്ങളുടെ അധ്വാനമാണ്. റോം വാസൻറ്റ് ബിൽറ്റ് ഇൻ എ ഡേ പോലെ. ഈ മെഡലുകൾ വാരിക്കൂട്ടിയത് നമ്മൾ ആഘോഷിക്കേണ്ടത് തന്നെയാണ്. പൊതുവെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മൾ കേക്ക് മുറിച്ചല്ലേ ആഘോഷിക്കാറുള്ളത്. പിന്നെ ചില തലച്ചോറിന് വളർച്ച മുരടിച്ച വീരശൂരർ ബസ്സിലിരുന്ന് പരസ്യമായി സ്വയംഭോഗം ചെയ്യുന്ന പരാക്രമികളെ, ഞരമ്പ് രോഗികളെ പൂമാലയിട്ട് പാലഭിഷേകം ചെയ്ത് സ്വീകരിച്ച് ആഘോഷിക്കാറുമുണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു കിടിലൻ കേക്ക് തയ്യാറാക്കാം. ഈ ദേശത്തുണ്ടാക്കാൻ വളരെ എളുപ്പം. ആർഷഭാരത സംസ്കാരം, മോറൽ പോലീസിംഗ്, സ്ലട്ട് ഷെയ്മിംഗ് എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. ആവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് കോക്കോ പൗഡർ, 1 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര, 2 മുട്ട, 2 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ബാർ ബട്ടർ, ചോക്ലേറ്റ് ആവശ്യത്തിന്. തയ്യാറാക്കേണ്ട വിധം: ആദ്യം ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യുക. ശ്രദ്ധിക്കണം, കൂടുതൽ ചൂടാവരുത്. ആയാൽ ഓരോരുത്തരുടെ തോന്നിവാസ കമൻറ്റുകൾക്ക് ഇരയായ ഹണി റോസ് ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ വസ്ത്രം പോലെ ഇതും മാപ്രകൾക്കൊരു ചൂടുള്ള വാർത്തയും അന്തിച്ചർച്ചയുമാകും. കാരണം അവരുടെ വസ്ത്രമല്ലേ പ്രശ്നം, അശ്ലീല വർത്തമാനത്തിന് പ്രശസ്തനായ സ്വർണ്ണക്കട മുതലാളിയുടെ തോന്നിവാസമല്ലാലോ. 2. പിന്നെ ഒരു വലിയ പാത്രത്തിൽ, ഇവിടെയും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ആണുങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഇടുന്ന പോസ്റ്റുകളുടെ അടിയിൽ വന്ന് പറയുന്ന സ്ലട്ട് ഷെയ്മിങ്ങിൻ്റെയും തെറിവിളിയുടെയും അസഭ്യം പറച്ചിലിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വലിപ്പം വേണ്ട കേട്ടോ. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കുവാനും യുവതലമുറ പിഴച്ചു പോകാതിരിക്കുവാനും പാർക്കിലും ബീച്ചിലും പ്രായപൂർത്തിയായ പിള്ളേരുടെ പ്രണയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ അവരെ മോറൽ പോലീസിങ് ചെയ്യുന്ന ശുദ്ധമായ മനസ്സുള്ള യാതൊരു മോശമായ ടെലിഗ്രാം ഗ്രൂപ്പിലും അംഗമല്ലാത്ത നാടിൻ്റെ കാവൽക്കാരായ സദാചാര അമ്മാവന്മാരുടെ കരടില്ലാത്ത മനസ്സ് പോലെയുള്ള ശുദ്ധമായ മൈദയും നമ്മൾ അരിച്ചെടുക്കണം. എന്നിട്ട് പാത്രത്തിലേക്ക് ഇടുക. ഇനി ഇതേ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. ബേക്കിംഗ് പൗഡറിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, കാണുമ്പോൾ ചെറുതായിട്ടുള്ള കൈസഹായമാണെങ്കിലും വലിയ ഉത്തരവാദിത്വമാണ്. പരമ്പരാഗതമായി നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും സിനിമാക്കാരും ഇപ്പോൾ ഇൻഫ്ലുവൻസർമാരും നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളുടെ കന്യകാത്വം അഥവാ ശുദ്ധി പോലെ. കാരണം ശുദ്ധി ഇല്ലെങ്കിൽ അവൾക്ക് അത്ര മെച്ചമൊന്നുമില്ലല്ലോ. ഇനി ഇതേ പാത്രത്തിലേക്ക് 1/2 കപ്പ് കോക്കോ പൊടി ചേർക്കാം. ഇച്ചിരി കയ്പാണ്, ബട്ട് ഓൺലി ആഫ്റ്റർ രാത്രി 11 മണി. പകൽ മാന്യർ കാലത്തെ മുഴുവൻ നേരവും ദൈവങ്ങളുടെ മുന്നിലാണേ. 3-ാമത്തെ സ്റ്റെപ്പ്: ഇനി വേറൊരു പാത്രത്തിൽ പാല്, എണ്ണ, പഞ്ചസാര, മുട്ട, വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ പാല് ശുദ്ധമായ പാലായിരിക്കണം, ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. 2017 നടിക്കെതിരെ നടന്ന ആക്രമണം വെള്ളമൊഴിച്ച് ജനപ്രിയ നായകനെ സന്തോഷിപ്പിച്ച പോലെ വെള്ളമൊഴിച്ചാൽ കേക്കിൻ്റെ മൊത്തം രുചിയും പോകും. പറ്റുമെങ്കിൽ
നടിയെ ചർച്ചയിൽ വന്ന് പരസ്യമായി വിക്ടിം ബ്ലെയിം ചെയ്ത്, എന്നാൽ ഷാരോൺ വധക്കേസിൽ ഷാരോണിനെ വിക്ടിം ബ്ലെയിം ചെയ്ത ജസ്റ്റിസിനെതിരെ സംസാരിക്കാൻ ചങ്കുറ്റമുള്ള, ഒട്ടും തന്നെ ഹിപ്പോക്രസി ഇല്ലാത്ത, ഉറച്ച നിലപാടുകൾ കാത്തുസൂക്ഷിക്കുന്ന അന്തിച്ചർച്ചയിലെ കേമൻ്റെ അത്രയും ശുദ്ധതയുള്ള പാല് തന്നെ തിരഞ്ഞെടുക്കാം നമുക്ക്. ഇനി എണ്ണ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആരാധനാലയങ്ങളിൽ കിട്ടുന്ന എണ്ണ പോലെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം സ്വന്തം ലൈംഗിക താല്പര്യങ്ങൾക്കായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സൂംബ വിരോധം, ആവശ്യത്തിലധികം വിക്ടിം ബ്ലെയിമിംഗ് ഡിസ്ഗൈസ്ഡ് എസ് ദൈവഭക്തി, പുറംതള്ളുന്ന റേപ്പ് കൾച്ചറിൻ്റെ ഭാഗമായ ചവർ ആൻഡ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, അബ്യൂസേഴ്സിനോട് ക്ഷമിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഉത്തമ ഉദാഹരണമാക്കി വളർത്താൻ പ്രോത്സാഹിപ്പിക്കുക, ഇത്രയും ചേരുവകളുള്ള എണ്ണ നമുക്ക് വേണ്ട. അതുകൊണ്ട് സാധാരണക്കാരുടെ വീടുകളിൽ ഉപയോഗിക്കാറുള്ള എണ്ണ നമുക്കെടുക്കാം. പഞ്ചാര ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ദിവസം മുഴുവൻ സ്ത്രീകളെയും കുറ്റം പറഞ്ഞ് ഭാര്യയെയും ചീത്ത വിളിച്ച് നടന്നിട്ട് ഏറ്റവും അവസാനം രാത്രി മകളുടെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് അയക്കുന്ന മെസ്സേജിൻ്റെ അത്രയും പഞ്ചസാര വേണ്ട, അത് ഓവറായി പോകും. ഇനി വാനില എസൻസ്. പൊതുവെ ആൾക്കാർ വാനില എസൻസ് തിരഞ്ഞെടുക്കുമ്പോൾ തെറ്റായിട്ടുള്ളതും ക്വാളിറ്റി കുറഞ്ഞതും എടുക്കാറുണ്ട്. നല്ല മധുരവും ഫ്ലേവറും വേണമെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്ത്രീകളുടെ വസ്ത്രധാരണം കാരണമാണ് ആണുങ്ങൾക്ക് പ്രലോഭനം തോന്നി ഓരോന്ന് ചെയ്യുന്നതെന്ന് പറയുന്ന സ്വർണ്ണക്കട മുതലാളി നമ്മുടെ രക്ഷകനായതുകൊണ്ട് ആ സ്ത്രീ മോശക്കാരി എന്ന് പറയുന്ന, ആണുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്, നമ്മൾ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ന് പഠിപ്പിച്ചു തരുന്ന അത്രയും സപ്പോർട്ടുള്ള സിസ്റ്റർഹുഡിൻ്റെ മധുരവും സ്വന്തം കൂട്ടത്തെ മോശം പറയുന്ന അത്രയും ക്വാളിറ്റിയുമാണ് നമുക്കാവശ്യം. ഇങ്ങനെയുള്ള വാനില എസൻസ് തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 4ാമത്തെ സ്റ്റെപ്പ്. ഇനി ഇവ രണ്ടും മിക്സ് ചെയ്യണം. ഇച്ചിരി പരസ്പര വിരുദ്ധമാണ്, പക്ഷെ പേടിക്കണ്ട, നമ്മൾ മലയാളികളുടെ സ്വഭാവത്തിൻ്റെ അത്രയും പരസ്പര വിരുദ്ധത ഒന്നുമില്ല കേട്ടോ. കാരണം കാൻ അവാർഡ് വരെ സ്വന്തമാക്കിയ സിനിമയാണ് ഓൾ വി ഇമാജിൻ ഇസ് ലൈറ്റ്. എങ്കിലെന്താ, ന്യൂഡിറ്റി സീൻ ഉള്ളത് കൊണ്ടും അത് നമ്മുടെ അന്തസ്സിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടും പൗരബോധമുള്ള മലയാളികൾ നമ്മുടെ സംസ്കാരത്തെയും അന്തസ്സിനെയും സംരക്ഷിക്കാൻ നടി ദിവ്യപ്രഭയെ അങ്ങേയറ്റം വ്യക്തിഹത്യ ചെയ്യുകയും സ്ലട്ട് ഷേമിംഗ് ചെയ്യുകയും വിർച്വൽ റേപ്പ് ചെയ്യുകയും ചെയ്തു. ആ സിനിമയുടെ എല്ലാ മൂല്യവും വെറും 10 സെക്കൻഡ് പോലും തികച്ചില്ലാത്ത സീനിലേക്ക് ചുരുക്കിയ ഒരു വിപ്ലവം അരങ്ങേറി. സമാനമായ വിപ്ലവമാണ് ബിരിയാണി വിപ്ലവം. അതിലും നടിയായ കനി കുസൃതി തന്നെയായിരുന്നു സംരക്ഷകരുടെ ലക്ഷ്യം. ഇങ്ങനെ മായാനദി വിപ്ലവം, ഉടൽ വിപ്ലവം ഒക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ സംരക്ഷിക്കാനാവാം ലിങ്ക് എന്ന് മലയാളികൾ കമൻറ്റ് ബോക്സിൽ കിടന്ന് കാറുന്നത്. എന്താലേ വിരോധാഭാസങ്ങൾ. 5ാമത്തെ സ്റ്റെപ്പ്. ഇനി ഗ്രീസ് ചെയ്ത ടിന്നിലേക്ക്, അഥവാ സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടുണ്ടാക്കിയ ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കാം. 6ാമത്തെ സ്റ്റെപ്പ്. 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 7ാമത്തെ സ്റ്റെപ്പ്. ഇതായി വരുന്ന സമയം നമുക്ക് ക്രീം ഉണ്ടാക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ആണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചിരിച്ചാൽ എടാ അവക്ക് നിന്നോട് പ്രേമമാണ് തിരഞ്ഞെടുക്കാം. ആദ്യം ഒരു പാത്രത്തിൽ സോഫ്റ്റൻഡ് ബട്ടർ എടുക്കണം. ആണുങ്ങളുടെ മാസ്കുലിനിറ്റിയുടെ അത്രയും സോഫ്റ്റ് ആകണ്ട. എന്നിട്ട് ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. അധികമാകരുത്. ആവശ്യത്തിലധികമായാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ കുറ്റം പറയാനും സ്ത്രീകൾക്കെതിരെ വിദ്വേഷം വരുത്താനും പിന്നെ ക്രിമിനലുകളെ നിരപരാധി അല്ലെങ്കിലും ജാമ്യം കിട്ടുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കാനും ഇരയായ പെൺകുട്ടിയെ നവമാധ്യമത്തിൽ വളഞ്ഞു നിന്ന് ഒറ്റപ്പെടുത്തി ആക്രമിക്കാനും മാത്രം കൊള്ളാവുന്ന, അല്ലാതെ നാടിനും വീടിനും പ്രത്യേകിച്ച് ഒരു ഉപയോഗവുമില്ലാത്ത കേരളത്തിൻ്റെ സ്വന്തം മെൻസ് റൈറ്റ് അസോസിയേഷൻ പോലെ ആയിപ്പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പിന്നെ സാഹോദര്യത്തിൻ്റെ ചിഹ്നമായ ചോക്ലേറ്റ് ചേർക്കുക. 8ാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മുടെ കേക്ക് ഓവനിൽ നിന്ന് എടുത്ത ശേഷം നമുക്ക് അലങ്കരിക്കാം. പക്ഷേ ഓർക്കുക, അധികമായാൽ ഏറ്റവും അവസാനം ഒരു നല്ല മലയാള സിനിമയുടെ ക്ലൈമാക്സിലെ തീർത്തും അനാവശ്യമായ ഐറ്റം ഡാൻസ് പോലെയാകും. ഇനി നമുക്ക് ഇച്ചിരി മഴവിൽ നിറത്തിലുള്ള സ്പ്രിങ്കിൾസ് ഇടാം. കാരണം വിവരമുള്ള മലയാളികളുടെ കണ്ടുപിടുത്തമനുസരിച്ച് സ്വവർഗാനുരാഗികളെ അംഗീകരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. മഴവിൽ ആകാശത്ത് മാത്രം മതിയത്രേ. പക്ഷേ
നമ്മുടെ കേക്കിലും നമുക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൽ ഗേസ്, ആണുങ്ങളുടെ ദുരനുഭവങ്ങൾ അംഗീകരിക്കാതിരിക്കുക, മതം സംരക്ഷിക്കുന്ന ലൈംഗികത, അങ്ങനെ ഒക്കെ അലങ്കരിക്കാൻ തിരഞ്ഞെടുക്കാം. 9ാമത്തെ സ്റ്റെപ്പ്, സെർവ് ചെയ്യാൻ അധികം താമസിക്കരുത്. താമസിച്ചാൽ പീഡന വിവരം എങ്ങനെയും ധൈര്യം സംഭരിച്ച് തുറന്നു പറയുന്ന ഇരകളോട് നാട്ടുകാർ ചോദിക്കുന്നത് പോലെ ഉണ്ടായി ഇത്രയും നേരം കഴിഞ്ഞിട്ടാണോ പറയുന്നേ, ഇത് വ്യാജമല്ലേ എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയരും. അതുകൊണ്ട് കൈയോടെ കൊടുക്കാം. ഇങ്ങനെയാണ് സംസ്കാരത്തിന് ഒതുങ്ങി ജീവിക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു സമൂഹത്തിനെ തന്നെ ആഘോഷിക്കാൻ നമ്മളൊരു കേക്ക് തയ്യാറാക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ: വിദ്യാഭ്യാസം ഇസ് നോട്ട് ഈക്വൽ ടു വിവരം. തദവസരത്തിൽ ഉണർത്തിക്കട്ടെ. റെസിപ്പി ബോധിച്ചെങ്കിൽ ഇതുണ്ടാക്കിയാൽ അതിൻ്റെ ഫോട്ടോസ് എന്നെ ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമേ. അഭിപ്രായങ്ങളും പങ്കുവെക്കണമേ. നന്ദി. സമൂഹമേ ഉണരൂ, നാരികളെ വളരൂ, സ്വാതന്ത്ര്യം തുലയട്ടെ, സദാചാര വിപ്ലവങ്ങൾ വളരട്ടെ എന്ന് സ്നേഹപൂർവ്വം ഒഫൻഡഡ് മല്ലൂസ് അസോസിയേഷൻ.